സോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇത് പാർട്ട് 2 കേട്ടോ ഗൈസ്. നമ്മൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിവിടെ വണ്ടിയൊന്നും കിട്ടിയില്ല. അപ്പോഴാണ് അവിടുത്തെ കൂടെ ഒരു ബുള്ളറ്റ് പോണ കണ്ടത്. ബുള്ളറ്റ് വലിച്ചിട്ടിട്ടുണ്ട്, അതിൻ്റെ ആളെയും വലിച്ചിട്ടിട്ടുണ്ട്. അവനെയൊക്കെ ചവിട്ടണം ഗൈസ്, അല്ലെങ്കിൽ അവന്മാർ കേസ് കൊടുക്കും. കേസ് കൊടുക്കാൻ പാടില്ല ഗൈസ്. ഓ നിനക്ക് കേസ് കൊടുക്കില്ലേ? ആരുടെ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? രാത്രി അവനവിടെ മറ്റവൻ ഓടി. അവന് പിന്നെ നിൻ്റെക്കാളും ബുദ്ധി ഉണ്ടാവൻ, അതുകൊണ്ട് അവൻ ഓടി രക്ഷപ്പെട്ടു. നീ കാണിച്ചാലോ? എന്നാലൊരു വലി നിനക്ക് ഇരിക്കട്ടെ. അപ്പം അവനും ഗൈസ്, നിങ്ങളിൽ ആരൊക്കെയാണ് വിജയ് ഫാൻ എന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഈ വീഡിയോ കാണുന്നവർ ആരാണൊക്കെയാണ് വിജയ് ഫാൻ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം. സോ നമ്മളാണെന്ന് വെച്ചാൽ ഭയങ്കര പറപ്പിക്കലാണ്. ഇപ്പോൾ ഇവിടെ കോഫി കടക്ക് ഉണ്ട്, നമുക്ക് കോഫിയൊന്നും ആവശ്യമില്ല. അതിൻ്റെയൊക്കെ കോഫി ആരും കുടിക്കാനേ. അതാണ്ട് കുറച്ച് ചെക്കന്മാർ പോണു, അത് തട്ടിയിട്ട് പോവുക. ഒരു തടി അപ്പുറത്ത് കൂടെ പോകുന്നുണ്ട്. നമ്മളാണെന്ന് വെച്ചാൽ പറപ്പിക്കലോട് പറപ്പിക്കൽ. അതന്നെ. ഇവിടെ ക്ലബ്ബൊക്കെ ഉണ്ടല്ലോ. ഇത് ക്ലബ്ബ് തന്നെയാണോ? ഇത് ക്ലബ്ബല്ലേ, വേറെന്താ സാധനം എനിക്കറിയില്ല. അയ്യോ, നമ്മളിത് എവിടേക്കാണ് പോകണം ഗോയ്സ്? നമ്മളൊക്കെ ഏതൊക്കെ ഏരിയയിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ റോപ്പണ്ണനാണെങ്കിൽ നല്ല സ്പീഡിലൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, നല്ല സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കാൻ പുള്ളി അത്ര കുഴപ്പമില്ല. നമ്മളതിൻ്റെ വണ്ടി കൂടെ സ്കിഡിൽ നിർത്തേണ്ടതായിരുന്നു. വണ്ടി പോയി. വണ്ടി നമ്മൾ അങ്ങോട്ട് ചവിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബോട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. നമുക്കത് ഓടിക്കാൻ പറ്റും നോക്കാം. യെസ് ഗൈസ്, നമുക്കത് ഓടിക്കാൻ പറ്റും. റൈഡ് പോയിട്ട് വരാം. അപ്പം നമ്മൾ ഇപ്രാവശ്യം ബോട്ട് റൈഡാണ്. ബോട്ടാണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ബീച്ചിക്കൊക്കെ തെറിച്ച് ഒരുത്തനെ മറിച്ചിട്ട് നമുക്കിവിടുന്ന് ഓടാം, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ഇട്ട് മറക്കും. പുള്ളിക്കെല്ലാം പറ്റിയുണ്ടോ നോക്കിയിട്ട് വരാം. പുള്ളി എവിടെ പടായി തോന്നുന്നു. ഈ ബോള് തട്ടി കളിക്കാനൊക്കെ ഉണ്ടല്ലോ ഏട്ടാ. ഈ ബോള് കളിക്കാം. ബോൾ അങ്ങോട്ടും ഇങ്ങോട്ട് തെറിച്ചു. നമ്മ സീന എല്ലാം ചവിട്ടി തെറിപ്പിക്കാറുള്ളൂ. അവിടെ താനാടറോ? അതാ ഒരു രസമാണ് ഗൈസ്. നമ്മൾ ഓരോരുത്തന്മാരെ വലിച്ചു കയറി ചവിട്ടി വരും. വെറുതെ പോലെ ഒരുത്തിനെ പോകാൻ വിടില്ല. ദാറ്റ്സ് മീ. അവനെയും ചവിട്ടി തെറിപ്പിച്ച് അവനിത് വിളിക്കാൻ പോണു. കാലൊന്നും പിടിക്കണ്ട ആവശ്യമില്ല. അവൻ നമ്മൾ വെടി വെക്കുന്ന ഞാരടാ. എവിടെ വൻ മറ്റവൻ ഓടി ഗൈസ്. നീരടോ നമ്മ സീനാണ്. അതായത് ഈ ടാറ്റു കടിച്ചിട്ടെടുത്തേ ഗൈസ്. അതുകൊണ്ട് അവിടെ ഏതൊക്കെ ആൾക്കാർ പോകുന്നു. നമുക്കാണെന്ന് അവിടേക്ക് റോപ്പ് ഇടാൻ പറ്റൂല. സോ നമ്മൾ അത് ശരി, ഇവൻ്റെ ഉള്ള സ്റ്റാമിന തീർന്ന നമ്മളിവിടുന്ന് റോപ്പ് വിട്ടു. ബൈക്കോളീസ്. നമ്മൾ സ്പൈഡർമാനാ. ഓ സീൻ ചാട്ടം. നിങ്ങളൊക്കെ ആരെന്ന് വെച്ചാൽ ഞാനീ വണ്ടി എടുക്കും. ഞാൻ പറയണ്ടൊക്കെ പറഞ്ഞു. അതാ മറ്റുള്ളവൻ അവന്മാരുടെയൊക്കെ മേത്തോടെ കയറ്റി. ഇത് നമ്മൾ ഇന്നലെ കണ്ട ബർഗർ വണ്ടിയില്ലേ? ഒരു ബർഗർ ഏരിയ. ഇതാണ് നമ്മൾ ഇന്നലെ പോലീസ് പിടിച്ച ഏരിയ. ഇപ്പം ഒന്നും വെറുതെ പൈസ ഒന്നും തുടങ്ങാൻ നമ്മൾ നിൽക്കുന്നില്ല. നമ്മൾ വാങ്ങാണേ. നീ വല്ലതും പറയണ്ടോ? നമ്മളതിൻ്റെ സീനും ഡ്രൈവിങ് അല്ല ഇവിടെ തന്നെയാണോ തോന്നുന്നത്. അന്നുണ്ടായി. അയ്യോ, പോലീസ് ഉണ്ടോ? ഞാൻ പാവാട്. അതാ വേറെ ഏതൊക്കെ പുള്ളിയന്മാരൊക്കെ പുള്ളി തട്ടിത്തെറിപ്പിച്ചിട്ടൊക്കെയാണ് വരുന്നത്. നമ്മളതിൻ്റെ സീനും നമ്മൾ പിന്നെ ഡ്രൈവിങ് അറിയാമെന്ന് രക്ഷപ്പെട്ടു. അതാ തലയും കുത്തി താത്തത്തി. അമ്മത്താ
ശരിക്കും കിട്ടി ആവശ്യത്തിന്. സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല. ആയി ശരി, പുള്ളി അവിടെ നിന്നിട്ട് എന്തൊക്കെ കാട്ടുന്നില്ലോ. വണ്ടി സാധനം വലിച്ചിട്ടു. ഇയാളെവിടെ കൈകൊണ്ട് കൊടുത്തി. താനൊന്ന് ഒരു പറ പറഞ്ഞിട്ട് കാട്ടോ. ഇത് ഇന്നലെ കണ്ട മറ്റേ സാധനമില്ലേ, മറ്റേ ചോട്ട്. പുള്ളി ഇപ്പോൾ ശരിക്കും പാടായിട്ടുണ്ട്. വലിയ ഇതൊക്കെ ഇട്ടിന് ഇടിച്ചിട്ട ആളാണ്. അപ്പോൾ പുള്ളി ഇതാ പരലോകത്ത് പോയി എത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ സീന് പട്ടിഷോ. നമ്മളതിൽ ജമ്പ് ചെയ്തിട്ട് മുകളിൽ തന്നെ ഉള്ളായി. ഈ തേങ്ങ ആ കല്ലിക്കൂടെ കയറി തന്നെ. കല്ലാണ് വേറെ ഒരു സാധനമാണ് എന്നറിഞ്ഞൂടാ. നമ്മൾ പാവങ്ങളാണ്. നമ്മളിത് വീടിൻ്റെ ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് തന്നെയാണെങ്കിൽ നമ്മൾ ഇന്നലെ തല്ലുണ്ടാക്കിയ സ്ഥലം അല്ലേ ഗൈസ്? നമ്മൾ ഇന്നലെ ഇതുണ്ടാക്കിയ ഏരിയയാണ്. അപ്പോൾ നമ്മളിന്ന് അതിൽ കൂടെ കയറാൻ പോവാണ്. വണ്ടാരം കയറാൻ പറ്റുന്നില്ല. സോ നമ്മൾ അപ്പുറത്ത് കൂടെ ഇങ്ങനെ പോകും. ഒരു ബാക്കിൽ ഇല്ലല്ലേ ഒഴിമാർ. അമ്മേ ബർഗർ വണ്ടിന് താത്തിക്കിട്ടേ. നീയൊക്കെ ചവിട്ട നോക്കിയതാ. അതെങ്ങനെ? അതെന്ത് കളി? അതെവിടുത്തെ കളി? സോ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു ഗൈസ്. ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു. ആ ട്രീറ്റ്മെൻറ്റ് വിജയകരമായ കാരണം ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ നേരെ പരലോകത്തെത്തിയേനെ. നമ്മളാണെങ്കിൽ വണ്ടി സ്കിഡൊക്കെ അടിച്ച് എവിടെ പോയി എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ചേച്ചിയെ തട്ടിമറിച്ചിട്ടിട്ട് പോയിട്ടുണ്ട്. ഇപ്പം അതിന് കേസാകുമെന്ന് അറിയില്ല കേട്ടോ ഗൈസ്. നമ്മളാണെന്ന് വെച്ചാൽ നേരെ പോകുന്നത് നമ്മളെ വെടിവെച്ച് കൊന്ന ഏരിയയിലോട്ടാണ്. വണ്ടി ഒന്ന് കയറ്റാൻ നോക്കിയത് ഇങ്ങോട്ട്. നമ്മളാണെന്ന് ഇങ്ങനെ ടയറിനൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട്. ഇതാണ് COVID-19 വണ്ടിയാണ്. അപ്പം നമ്മളാണെന്ന് ഭയങ്കര സ്പീഡ് സ്കിഡൊക്കെ അടിക്കും വേണ്ടി ശരിക്കൊരു മരത്തിന് വഴിച്ച്. പിന്നെ സ്ഥലം എവിടെയെന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മളൊരു സ്ഥലത്ത് വെൻറ്റും പൊളിച്ചെത്തിയിട്ടുണ്ട്. അവിടെ ഏതൊരു കാറ് ഇരിക്കുന്നുണ്ട്. ഇത് നമ്മൾ അന്ന് കണ്ടിട്ടുണ്ടായിരുന്ന മേഖല എന്താ എൻ്റെ പേരും കിട്ടണില്ല. ലംബോർഗിനി എന്തൊരു വണ്ടിയാണ്, എൻ്റെ പേരും കിട്ടിയില്ല. സോ നമ്മളിനി അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് വന്നിടയ്ക്ക് ഏതോ വണ്ടി തട്ടിയിട്ട് അത് പോലീസ് കേസായി. ഇതെന്തോന്നിട്ട് എപ്പോൾ നോക്കിയാലും ബർഗർ വണ്ടിക്കാണ് ഇട്ട്. അതടുത്ത വണ്ടി ബുള്ളിയും പുള്ളിയൊക്കെ അയക്കുന്നു വേണം. അയ്യോ പോലീസ്. മറ്റൊരു പോലീസിനെ കുറച്ചു നേരം മുന്നേ ചാർത്തി ഉണ്ടായിരുന്നല്ലോ ഗൈസ്, ചുമരിലോട്ട്. ആ ഏരിയ ഉണ്ടോ ഗൈസ് ഇത്. പിന്നെ നമ്മൾ നേരെ നേരെ മുകളിലോട്ട് പോകണം. എങ്കിലൊക്കെ പോകണം. പോയേ പറ്റൂ. വണ്ടി അടിച്ച് ഇവിടെ കുടുങ്ങി കിടക്കുക. ഈ വീടാണ് നമ്മുടെ ഏരിയ. സോ നമ്മൾ ഭയങ്കരമായിട്ട് പറക്കണ പുള്ളിയായതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് അവിടെ എത്തണം. വെള്ള നമ്മ സീനാണ്. ഈ പോലീസുകാർ ഇവിടെ വെച്ചിട്ട് ഞാൻ തകർക്കും. പറ്റി അവിടെ നിന്ന് ഇവിടെ വല്ല വണ്ടിയുണ്ട്. അതെങ്ങനെയുണ്ട് തെങ്കരേ. അപ്പം നമ്മൾ ആ വണ്ടീനെ മറിച്ചിടാൻ പോവാണ്. പോലീസുകാരൻ വണ്ടി. അയ്യോ ഏരിയ പോലീസ് വണ്ടി അവിടെ പോയി. അയ്യോ പോലീസ് വണ്ടി കണ്ടുപോകാൻ. അത് ശരി, ഇനി അടിക്കാൻ പറ്റില്ല. എന്നിട്ട് തനിക്കെല്ലാം പറയണ്ടോ? കണ്ടോ നമ്മുടെ മണ്ണ പൊടിച്ച് പൊടിയൊരുത്തിൻ്റെ വണ്ടി ഇനിയുണ്ട്. ഇല്ല പോലീസ് റെസ്റ്റിംഗ് പീസ്. പുള്ളി എപ്പോഴും ചത്തു കിടക്കുന്നില്ല. പുള്ളിക്ക് ആവശ്യത്തിന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമ്മളാണെന്ന് വെച്ചാൽ
നമ്മളെ ഏതോ പോലീസുകാരെ പേടിയൊക്കെയുണ്ട്, നമ്മുടെ തോക്കില്ല. നമ്മൾ വേഗം വിടാം, നാട് വിടാം. അതിൻ്റെ മുകളിലോട്ട് വിടാം. ഇടാനും പറ്റുന്നില്ലല്ലോ, ഒന്നരക്ക് ഇടയിൽ കയറി പാര വയ്ക്കുകയാണല്ലോ. സോ ഗൈസ്, വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി പാർട്ട് 3 കാണാം, ഓപ്പൺ പാർട്ട് 3. സോ വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.